ഹായ് ഫ്രണ്ട്സ്, വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ ഒരു കിടിലൻ പ്രമാണ് വന്നിട്ടുള്ളത്. എല്ലാവരും കാത്തിരിക്കുന്ന ആ പാചക മത്സരമാണ് ഇനി വരാൻ പോകുന്നത്. പക്ഷെ അതിന് മുമ്പായിട്ട് ചില ചെറിയ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അതായത് രാഘവേട്ടൻ കൊണ്ടുപോയി വെച്ച പൈസ കാണാതാവുമ്പോ ഭാമയും പൊന്നിയും എല്ലാവരും എല്ലായിടത്തും തിരയുന്നുണ്ട്. എവിടുന്നും കിട്ടാതാവുമ്പോ ശാന്തേച്ചിയും അവിടെ ഉണ്ടല്ലോ. ശാന്തേച്ചി എന്തോ ആവശ്യത്തിന് പുറത്തു പോയ സമയം ഭാമ അറിയും, നമുക്ക് ശാന്തയുടെ ബാഗ് കൂടി ഒന്ന് പരിശോധിക്കാം, അവള് ഇവിടെ ഉള്ളതല്ലേ. അത് വേണ്ട സത്യമേ, അത് ശരിയാണോ, അത് മോശമല്ലേ എന്നൊക്കെ പൊന്നി പറയുന്നുണ്ടെങ്കിലും ഭാമയുടെ നിർബന്ധപ്രകാരം പൊന്നി അത് ചെയ്യണേ. അങ്ങനെ ബാഗ് പരിശോധിക്കുന്ന ആ ഒരു സമയത്തായിരിക്കും ശാന്തേച്ചി തിരികെ വരുന്നത്. ഈ ഒരു കാഴ്ച കാണുന്ന ശാന്തേച്ചി അങ്ങ് ഞെട്ടിപ്പോകുന്നുണ്ട്. രാഘവേട്ടൻ കൊണ്ടുവച്ച പണം താൻ എടുത്തെന്നുള്ള സംശയത്തിൽ ഭാമ ഇങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാക്കുന്ന ശാന്തേച്ചി പറയും, ഇങ്ങനെ സംശയിക്കുന്ന ഒരു സ്ഥലത്ത് നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല, ഈ പണി എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ശാന്തേച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. ഭാമയ്ക്കും പൊന്നിക്കും എതിർക്കാൻ പറ്റുന്നില്ല. ഷോ ഇനിയിപ്പോ എന്താ ചെയ്യാ, ആകെ ജയിക്കുന്നുള്ളൊരു പ്രതീക്ഷ ഇവളായിരുന്നു, കൂടെ ഉള്ളതായിരുന്നു. ഇനിയിപ്പോ ആ കച്ചിത്തുരുമ്പും പോയി എന്ന് പറഞ്ഞ് തലയിലും കൈവച്ചിരിക്കാണ് ഭാമ അവിടെ. ഇതേ സമയം ശാന്തേച്ചി നേരെ കുടുംബശ്രീ ഹോട്ടലിലേക്ക് ചെന്നിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ച കാര്യങ്ങളൊക്കെ ശാരദാമ്മയോടും ശാലിനിയോടും പറയും. ഈ കാര്യം കേൾക്കുന്ന അവര് ഞെട്ടിപ്പോവാണ്. പിന്നെ ശാലിനിയും ഭാമയും പറഞ്ഞ് മനസ്സിലാക്കി ഭാമയുടെ സ്വഭാവം അങ്ങനെയാണെന്ന് അറിയാലോ. അങ്ങനെ ശേഷം ശാന്തേച്ചി തിരികെ അങ്ങോട്ട് തന്നെ പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെയാണ് പിന്നീട് അവരുടെ പാചക മത്സരം നടക്കാൻ പോകുന്നത്. ഈ സമയം ആ പാചക മത്സരത്തിന് മറ്റൊരാൾ കൂടെ ഉണ്ട്, സുസ്മിത. സുസ്മിതയ്ക്കാണെങ്കിൽ പാചകം ഒട്ടും അറിയില്ല, എന്നാൽ ജയിക്കാൻ വേണം, ഭയങ്കര വലിയ അഹങ്കാരം. അല്ലാതെ എന്ത് പറയാനാ, അതിന് കൂട്ടു നിൽക്കുന്ന ഒരു ചിറ്റപ്പനും. അങ്ങനെ സുസ്മിത ജയിക്കണം എന്നുണ്ടെങ്കിൽ ശാരദാമ്മയെ തോൽപ്പിക്കണം. ശാരദാമ്മയെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല, അത് നേർവഴിക്ക് നടക്കുകയില്ല. അങ്ങനെ വളഞ്ഞ വഴിയാണ് അവര് പ്രയോഗിക്കുന്നത്. അതിന് ബോസ് സുസ്മിതയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്, ശാരദാമ്മയെ പങ്കെടുപ്പിക്കില്ലെന്ന്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് പാചക മത്സരത്തിനായിട്ട് എല്ലാവരും തയ്യാറായി പോവാണ്. അവിടെ പ്രോഗ്രാമിന്റെ സ്ഥലമാണെങ്കിൽ ഫുൾ ആയിട്ട് അറേഞ്ചും ചെയ്തിട്ടുണ്ട്. അവിടേക്ക് ഗസ്റ്റ് ആയിട്ട് വരുന്നത് ഒരു സീരിയൽ താരം തന്നെയാണ്. അവരെ സ്വീകരിക്കാനായി കുറുപ്പ് സാറും അതുപോലെ സാബു സാറും എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുക. ശേഷം സുസ്മിതയെ അവിടെ എത്തിയിട്ടുണ്ട്. സുസ്മിത ആദ്യം പ്രസന്റ് ആട്ടോ. അങ്ങനെ സന്തോഷിച്ചിരിക്കണേ, താൻ തന്നെ ജയിക്കും എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ അതിൽ പങ്കെടുക്കാൻ വന്ന ബാക്കിയുള്ളവരെ സുസ്മിത പണം കൊടുത്ത് ഒതുക്കിയിട്ടുണ്ടാവണം. സുസ്മിത പണത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, ഭാമയെ തോൽപ്പിക്കണം, ശാരദാമ്മേനെയും. ആ ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ സുസ്മിതയ്ക്ക്. ശേഷം പിന്നീട് കാണിക്കുന്നത് അങ്ങോട്ട് വരാനായിട്ട് ശാരദാമ്മയും അതുപോലെ ശാലിനിയും അതേപോലെ തന്നെ മറ്റൊരു കാറിലെ സത്യഭാമയും ശാന്തേച്ചിയും പൊന്നിയും അതുപോലെ നൂർജഹാനും ഉണ്ട്. കമലനാണ് വണ്ടി ഡ്രൈവറായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഇവര് പോയിക്കൊണ്ടിരിക്കുമ്പോ ശാലിനിയുടെയും ശാരദാമ്മയുടെയും കാറിന്റെ പിന്നാലെ തന്നെ മറ്റൊരു കാർ ഫോളോ ചെയ്യുന്നുണ്ട്. ശാരദാമ്മയ്ക്ക് ആകെ പേടിയാകും. ആ വണ്ടിയാണെങ്കിൽ ഇവരുടെ വണ്ടി ഇങ്ങനെ തട്ടിക്കുന്നുണ്ട്. ശാലിനിക്കും പേടിയാവുന്നുണ്ട്. അങ്ങനെ അവരെ വണ്ടിയുടെ കുറുകെ വന്ന് നിർത്തിയിട്ട് അവരുടെ പോക്ക് തടയാണേ. ഇത് ചോദ്യം ചെയ്യാനായി ശാലിനിയും വേണ്ട മോളെ എന്ന് പറഞ്ഞ് ശാരദാമ്മയും ഇറങ്ങുന്നുണ്ട്. ശാലിനി കളക്ടർ ആണല്ലോ, ആ ഒരു പവറിലാ ശാലിനി ഇറങ്ങുന്നത്. എന്നാ ഗുണ്ടകളെ ശാലിനിയെ അടിക്കുന്നുണ്ട്, കഴുത്ത് പിടിച്ച് ഞെക്കുന്നുണ്ട്. ശാരദാമ്മ വേണ്ടാന്ന് പറഞ്ഞ് വിടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരതൊന്നും കേൾക്കുക പോലും ചെയ്യാതെ ശാരദാമ്മനെയും പിടിച്ചുന്തുന്നുണ്ട്. ശാലിനിന്റെ കഴുത്ത് പിടിച്ച് അമർത്താ. ശാലിനിക്ക് ശ്വാസം പോലും കിട്ടുന്നില്ല. അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് വിഷ്ണു വരുന്നത്. ഈ ഒരു കാഴ്ച കാണുന്ന വിഷ്ണുവിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതെ, വിഷ്ണു അവന്മാരെല്ലാം അടിച്ചൊതുക്കുന്നുണ്ട്. അങ്ങനെ അവന്മാരെയൊക്കെ അടിച്ചൊതുക്കി ഒരു മൂലയിലിടും. ഈ സമയം ശാലിനി പറയുന്നുണ്ട്, ഇത് ചന്ദ്രബോസിന്റെ കളിയാണേ, നമ്മളെ എങ്ങനെയെങ്കിലും വൈകിക്കണം, അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. വിഷ്ണു പറയും, ഇപ്പൊ തന്നെ ലേറ്റ് ആയി, ഇനി വൈകിച്ചൂടാ എന്ന് പറഞ്ഞിട്ട് അവരെ കൂട്ടി അവരോട് വേഗം പോകാനായിട്ട് പറയണേ. ഇതേ സമയം മറ്റൊരു സ്ഥലത്തെ സത്യഭാമയെ ഇതുപോലൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കണേ. ഇതുപോലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നൂർജഹാൻ അവരുടെ കൂടെ ഉണ്ടല്ലോ. ഒരുപക്ഷെ നസീറിന്റെ ആൾക്കാരായിരിക്കാം നൂർജഹാനെ കൊണ്ടുപോകാനായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ നൂർജഹാൻ അവരുടെ വാക്ക് ധിക്കരിച്ചായിരിക്കാം ഭാമയുടെ കൂടെ പോകുന്നത്. അത് തടയാൻ വേണ്ടിയിട്ട് ഗുണ്ടകൾ നൂർജഹാന്റെ കാറിന് മുന്നിൽ വന്ന് നിർത്തിയിട്ട് നൂർജഹാനെ പിടിച്ചു വലിച്ചിറക്കാണ്. ഇത് കണ്ട ഭാമ പ്രതികരിക്കാതിരിക്കില്ലല്ലോ. ഭാമ എതിർക്കുമ്പോ അവരതൊന്നും കാര്യമാക്കാതെ നൂർജഹാന്റെ കരണം നോക്കി അടിക്കുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവരും ഞെട്ടും. അപ്പോഴേക്കും കമലൻ കൂടെ ഉണ്ടെങ്കിലും കമലിനെയും അവർ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വേറൊരാള് വരികയാണേ, അനൂപ്. അങ്ങനെ അനൂപ് വന്ന് അവരെയൊക്കെ അടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സ്ഥലത്ത് വിഷ്ണു, ഈ സ്ഥലത്ത് അനൂപ്. അങ്ങനെ രണ്ട് ശക്തികൾ ചേർന്നുള്ള യുദ്ധമാണ് ഇപ്പൊ അവിടെ നടക്കുന്നത്. എന്തായാലും വിജയം നന്മയ്ക്ക് മാത്രമായതുകൊണ്ട് വിഷ്ണുവും അതുപോലെ അനൂപും തന്നെ ജയിക്കും. അങ്ങനെ മത്സരം നടക്കുന്നിടത്താണെങ്കിൽ ഇവര്, അതായത് ശാരദാമ്മ എത്തില്ലെന്നുള്ള സമാധാനത്തിലിരിക്കുകയാണ് സുസ്മിത. അപ്പോഴായിരിക്കും ശാരദാമ്മയും ഭാമയും എത്തുന്നത്. എന്തായാലും ഇനി നടക്കാൻ പോകുന്നത് അവർ തമ്മിലുള്ള ഒരു യുദ്ധമായിരിക്കും. സുസ്മിത ഇനി വല്ല ദുഷ്ടത്തരം കൊണ്ട് വരായിരിക്കും. അപ്പൊ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പൊ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തുക. താങ്ക്